നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് ഉൾപ്പെടെ ഏത് പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാൻ മക്ക മദീന ഹറമുകൾ സജ്ജമാണെന്ന് ഇരുഹറം കാര്യാലയം വ്യക്തമാക്കുകയുണ്ടായി. ഹറമിലെ മുഴുവൻ ഭാഗങ്ങളും ദിനംപ്രതി 4 തവണയാണ് ശാസ്ത്രീയമായി ശുചീകരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പുതിയ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് സന്ദേശം നൽകാൻ ഹറമുകളിലെ സ്ക്രീനുകളും ഉപയോഗപ്പെടുത്തി വരികയാണ്. ലോക മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്ക മദീന ഹറമുകൾ ഇപ്പോൾ കൊറോണ വൈറസിന്റെ ഭീഷണി നിലനിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി ശാസ്ത്രീയമായാണ് ഇവിടെ ശുചീകരണം നടത്തിവരുന്നത്. ദിനംപ്രതി 4 തവണ ശുചീകരണം നടത്തി ഹറമും പരിസരങ്ങളും അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി കൊറോണ വൈറസ് സാന്നിധ്യം പടരുന്നതിനാൽ ജാഗ്രതയിലാണ് ലോകത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മക്കയും മദീനയും. ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഏത് സാഹചര്യങ്ങളും നേരിടാൻ സജ്ജമാണ് ഇവിടമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മക്ക മദീന ഹറമുകളുടെ അകവും പുറവും ഒരുപോലെ ഓരോ ദിനവും ശുദ്ധമാക്കി വരികയാണ്. സ്വകാര്യ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് ആവശ്യമെങ്കിൽ മാസ്കുകൾ തീർത്ഥാടകർക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും. നമസ്കാരത്തിനായി മക്കയിൽ 13,500 കോർപ്പറേറ്റുകളാണുള്ളത്. ഇത് ഓരോ ദിനവും മാറ്റുകയും അണുവിമുക്തമാക്കുകയും ചെയ്തു വരികയാണ്. 500ഓളം പേർ ഇതിനായി ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നു. തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതകളിലെല്ലാം അണുവിമുക്തമാക്കുന്ന നടപടി നേരത്തെ തന്നെ ഇവിടെയുണ്ട്. സൗദിയിൽ ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജാഗ്രത എന്ന നിലയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ തുടരുകയാണ്. 70 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ഉംറ കർമ്മത്തിന് ഹറമിലെത്തിയത്. ഈ വർഷം 1 കോടി കവിയുമെന്നായിരുന്നു കണക്ക്. എന്നാൽ കൊറോണ പ്രതിരോധ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം വിദേശ ഉംറ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ രാജ്യത്ത് കർമ്മങ്ങളിലുള്ള തീർത്ഥാടകർക്കും രാജ്യത്ത് താമസിക്കുന്ന വിദേശികൾക്കും ഹറമിൽ പതിവ് പോലെ തീർത്ഥാടനം തുടരാമെന്നും സൗദി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.